ഒരുപാട് സംവിധാനങ്ങളായി, ഇ ബുക്കുകളായി, അങ്ങനത്തേതായി. അപ്പോൾ ഈ 13ാമത്തെ DC അന്തർദേശീയ പുസ്തകമേളയുടെ ഈ സമയത്ത് വായനയെപ്പറ്റി, അതും യുവാക്കൾ വായനയെ എങ്ങനെ സ്വീകരിക്കുന്നതിനെ പറ്റി താങ്കൾക്ക് പറയാനുള്ള സന്ദേശം? എനിക്ക് മറ്റുള്ളവരെങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഇഷ്ടവും അനിഷ്ടവും ഞാൻ പറയാം. എനിക്ക് ഈ ഇലക്ട്രോണിക്കായിട്ട് പുസ്തകം വായിക്കുന്നത് ഇഷ്ടമല്ല. അത് നമ്മുടെ ഒരു പഴയ ഈ കടലാസിൽ വായിച്ച ശീലം കൊണ്ടാണ്. അപ്പോൾ ഈ പുതിയ യുഗത്തിലെ കുട്ടികൾക്ക് ഇലക്ട്രോണിക് പുസ്തകങ്ങളാണ് വായിക്കാൻ സൗകര്യങ്ങൾ. ഇപ്പോൾ കാരണം ഇപ്പോൾ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, നോട്ട് ബുക്ക് ഉണ്ട്, ഇലക്ട്രോണിക് നോട്ട് ബുക്ക് പുസ്തകങ്ങൾ പോലുള്ളതുണ്ട്, പേജ് മറിച്ച് വായിക്കാൻ പറ്റും. അവരതിൽ ആ ശീലം കുഴപ്പമൊന്നുമില്ല, വായിച്ചാൽ മതി. ഇത് കടലാസിൽ പ്രിൻ്റ് ചെയ്തിട്ട് വായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇലക്ട്രോണിക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇഷ്ടം കടലാസിൽ പ്രിൻ്റ് ചെയ്തതാണ്. കാരണം എനിക്ക് ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും നടന്നുകൊണ്ടൊക്കെ വായിക്കാൻ പറ്റും. ഇടയ്ക്ക് വേണമെങ്കിൽ അല്പം ഉറങ്ങാം, എല്ലാം സാധിക്കും. സർ, ഇപ്പോൾ ഇത്രയും പുരോഗമനമുള്ള ഈ ഒരു കാലഘട്ടത്തിലും ഇതുപോലുള്ള പുസ്തകമേള നടത്തുന്നതിൻ്റെ പ്രാസക്തി താങ്കൾ എങ്ങനെ വീക്ഷിക്കും? അതിൻ്റെ പ്രസക്തി ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്നത് ഇവിടെ വല്ല കാര്യമായിട്ട് പുസ്തകങ്ങൾ വിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അതിന് വേറൊരു അന്തരീക്ഷമാണ്. ബുക്ക് സ്റ്റാളിൽ വന്ന ഒരാൾ അത് പുസ്തകം വായിക്കുന്ന പോലെ അല്ല. ഇവിടെ ഒരുപാട് പേര് കൂടി ഇങ്ങനെ ഒരുപാട് സെലക്ഷൻ സൗകര്യങ്ങളുണ്ട്. പുസ്തകങ്ങൾ ഒരുപാട് വിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വിറ്റില്ലായിരുന്നെങ്കിൽ നമുക്കിത് പ്രസക്തി ഇല്ലാന്ന് തെളിയിക്കാൻ. പ്രസക്തി ഉണ്ടെന്ന് തെളിയുന്നത് എന്തുകൊണ്ടാണ്? കൊല്ലം കഴിയും തോറും കൂടുതൽ പുസ്തകങ്ങൾ വിൽക്കുകയും കൂടുതൽ ആളുകൾ ഇവിടെ വരികയും ഒക്കെ ചെയ്യുന്നു. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബുക്ക് സ്റ്റാളുകളിൽ വരുന്നത് പുസ്തകം വാങ്ങിക്കാനായിട്ട് നേരത്തെ തന്നെ തീരുമാനം എടുത്തിട്ട് അങ്ങോട്ട് വരുന്ന ആളുകളാണ്. ഇതത് മാത്രമല്ല, വെറുതെ പുസ്തകങ്ങൾ കണ്ടു നടക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ്. സർ, എഴുത്തിനോടൊപ്പം തന്നെ വായനയുള്ള അങ്ങക്ക് ഇതുവരെ വായിച്ചതിൽ ഇഷ്ടപ്പെട്ടൊരു പുസ്തകം അല്ലെങ്കിൽ എഴുത്തുകാരനെ പറയുകയാണെങ്കിൽ? ഒരാളുടെ പേര് പറഞ്ഞാൽ കുഴപ്പമായി. ഒരുപാട് പേരുണ്ട്, അപ്പോൾ അതുകൊണ്ട് പറയാൻ വിഷമമാണ്. സർ, ഒരു